ഇന്നും നാളെയും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ഇടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. 4 ദിവസം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, മേൽപ്പറഞ്ഞ സൂചനകളൊക്കെയും നൽകുന്നത് വലിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് അല്ലേ? കൃഷ്ണരാജ്, ഈ കാലവർഷം കേരള തീരത്ത് തൊടാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് തന്നെ സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. അതിൽ ജില്ലകളിൽ തന്നെ ഓറഞ്ച് അലർട്ട് അടക്കമുള്ളവ നൽകിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാകും ഏറ്റവും കൂടുതൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിൽക്കുക. 40 ഡിഗ്രി വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് വടക്കൻ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴയ്ക്കൊപ്പം ഇടിയും മിന്നലും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നുണ്ട്. ഈ കാറ്റും വലിയ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അടുത്ത 4 ദിവസത്തേക്ക് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും ചെറിയ രീതിയിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലാണ് സംസ്ഥാനത്തെ കാറ്റ് വീശാനുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പായി നൽകുന്നത്. തെക്കൻ തമിഴ്നാട് തീരത്തും കന്യാകുമാരി തീരത്തും എന്നിവിടങ്ങളിലെ സമാനമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിലും കർണാടക തീരത്തിന് മുകളിലും രൂപപ്പെടുന്ന ചക്രവാത ചുഴിയാണ് ഇതിന് പ്രധാനമായും കേരള തീരത്ത് ഇത്തരത്തിലൊരു മഴയ്ക്ക് കാരണമായി മാറുന്നത്. മെയ് 21 രൂപപ്പെടുന്ന ചക്രവാത ചുഴി മെയ് 22 ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ സംസ്ഥാനത്ത് അതീവ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സാധ്യത അടക്കം ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണം. വിനോദസഞ്ചാരികൾ യാത്ര ഒഴിവാക്കണം. അതുപോലെ തന്നെ രാത്രികാല യാത്രകൾ ഒഴിവാക്കണം. ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം നൽകുന്നുണ്ട്. സംസ്ഥാനം വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൽ, മഴ ശക്തി പ്രാപിച്ചാൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. വലിയ മഴയ്ക്ക് സാധ്യത. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങളുമായി ഒപ്പം ചേർന്നത്.